ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഓരോ കാര്യത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുകയാണല്ലോ. രൂപത്തിലും ഭാവത്തിലും സാഹചര്യത്തിലും എല്ലാം ഓരോരുത്തരും വ്യത്യാസമാണ്. അപ്പം സാഹചര്യം ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഈ ലൈംഗികതയിൽ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ സാഹചര്യവും ലൈംഗികതയായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ട് കിടക്കുന്നു, അല്ലെ അതിനെന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടോ, അതോ നമ്മൾ സാഹചര്യം സൃഷ്ടിക്കുവാണോ ഇതിനു വേണ്ടി? ഇതൊക്കെയാണ്. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. ഈ ചില ആൾക്കാർക്ക് ഇതിനുള്ള സാഹചര്യം നന്നായിട്ടുണ്ട്, പക്ഷേ ചിലർക്ക് ഇത് തീരെയില്ല. ചിലർക്ക് സിറ്റുവേഷനുണ്ട്, പക്ഷേ മനസ്സില്ല. അങ്ങനെ പല രീതിയാണ്. അതുപോലെ ചില ആൾക്കാരുടെ താമസ സ്ഥലം, അവരുടെ തൊഴിൽ, അവരുടെ കർമ്മ മേഖല, അതൊക്കെ ഇതിനനുകൂലമാണ്. ചിലർക്ക് ഈ 3 കാര്യങ്ങളും ഒട്ടും അനുകൂലമല്ല. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ഒരു 35 വയസ്സുള്ള യുവതിയുടെ അനുഭവ കഥയാണ്. എന്ന് വെച്ചാൽ, ഇവരുടെ വീട്ടിൽ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ. ഹസ്ബൻഡ് വിദേശത്താണ്. അപ്പോൾ ഇവരുടെ ഈ വീട് നിൽക്കുന്നത് റോഡിൽ നിന്ന് കുറച്ച് ഉള്ളിലോട്ട് മാറിയാണ്. അപ്പം റോഡിൽ നിന്ന് ഈ ഒരൊറ്റ വഴിയേ ഉള്ളൂ ഇവരുടെ വീട്ടിലോട്ട് വരാൻ. അതുപോലെ ഈ വീടിനെ ചുറ്റിപ്പറ്റിയൊക്കെയുള്ള പരിസരത്തൊക്കെ വേറെ വീടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആര് ഇവരുടെ വീട്ടിലോട്ട് വന്നാലും, അല്ലെങ്കിൽ ഒരു വാഹനം കയറി വന്നാലും, ഈ സമീപ വീട്ടുകാരെല്ലാവരും അറിയും. അവർ കാണും ആരാ കയറി പോകുന്നത്, അല്ലെങ്കിൽ ഒരു കാറ് പോയാലും ബൈക്ക് പോയാലൊക്കെ അറിയും. അപ്പോൾ ഈ യുവതിയെ സംബന്ധിച്ച് മുഖത്തിന് വലിയ സൗന്ദര്യമൊന്നും ഇല്ലെങ്കിൽ ശരീരത്തിന് നല്ല ഷേപ്പാണ്, നല്ല വടിവത്ത ശരീരം എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ. എന്ന് വെച്ചാൽ ഈ നൈറ്റിയൊക്കെ ഇട്ട് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ബാക്കൊക്കെ ഇങ്ങനെ കുരുങ്ങുന്ന, എടുത്ത് കാണിക്കുന്ന രീതിയുണ്ടല്ലോ, അത്. അപ്പം നല്ല രീതിയിലൊന്ന് ബന്ധപ്പെടാനിട്ട് വീർപ്പ് മുട്ടി കഴിയുന്ന ഒരുപാട് പേരുണ്ട് നാട്ടിൻപുറങ്ങളിൽ. അപ്പോൾ ഇത് ആഗ്രഹമുള്ളവരെ സംബന്ധിച്ച് വല്ലാത്ത ഒരു തരിപ്പാണ്, പ്രത്യേകിച്ച് ആ ഭാഗത്തൊക്കെ. ഇത് ചെയ്ത് കഴിയുമ്പോൾ പെട്ടെന്നൊക്കെ ടെൻഷൻ ഫ്രീ ആവും, വല്ലാത്തൊരു റിലാക്സേഷൻ. ഈ തിന്നാൻ കിട്ടാത്തവർക്കെല്ലാം വിശപ്പിൻ്റെ വേദന അറിയത്തുള്ളൂ. അപ്പം മനസ്സിനും ശരീരത്തിനും ഒരുപോലെ ദാഹമുള്ളവരുണ്ട്. അപ്പം ഞാനിവിടെ പറയുന്നത് സാഹചര്യം ഒട്ടും അനുകൂലമല്ലെങ്കിലും നമ്മുടെ മനസ്സ് കണ്ടെത്തുന്ന ചില വഴികളുണ്ട് ഇതിനു വേണ്ടി. അപ്പോൾ ഇങ്ങനെയുള്ളവരിൽ ഒരു 80% സ്വയംഭോഗത്തിൽ കൂടി തൃപ്തി കണ്ടെത്തുന്നവരാണ്. പക്ഷേ എന്നാലും എല്ലാവരെയും സംബന്ധിച്ച് അതിനുള്ള ഒരു കഴിവില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പരിചയപ്പെടുന്ന പുരുഷന്മാരൊക്കെ ഇടയ്ക്ക് വാട്സാപ്പിൽ വന്ന് ചാറ്റ് ചെയ്യും, ഒരു ഹായ് ഇടും, ഗുഡ് മോർണിംഗ് പറയും, പിന്നെ അല്ലാതെ ഇടയ്ക്ക് ഫോൺ വിളിക്കും. അല്ലാതുള്ള വലിയ ബന്ധപ്പെടലുകളൊന്നുമില്ല. അപ്പോൾ ഇവന്മാർ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും, ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ, വന്നാൽ കാണാൻ പറ്റുമോ, സംസാരിക്കാൻ പറ്റുമോ? അപ്പോൾ പുള്ളിക്കാരി പറയും, അയ്യോ വേണ്ട, ഇവിടെ ആളുണ്ട്, ഇവിടെ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്, വന്നാൽ പ്രശ്നമാണ് എന്നൊക്കെയുള്ള രീതിയിൽ പറയും. അതുതന്നെയല്ല, ഈ വരുന്ന വഴി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒറ്റപ്പെട്ട് ഒരു രീതിയിലാണ് വഴി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ആര് വന്നാലും ശ്രദ്ധിക്കും. ഈ പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ അങ്ങനെ ആയിരുന്നല്ലോ, ഒരു വണ്ടി ഒരു വീട്ടിലോട്ട് കയറിപ്പോയാൽ അത് ആരാണെന്ന് ഈ അയലത്തുള്ള ആൾക്ക് അറിഞ്ഞേ പറ്റൂ. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യമുള്ള ഒരുപാട് സ്ത്രീകളുണ്ട്. എന്ന് വെച്ചാൽ ഒരു മനസ്സമാധാനത്തോടെ പഞ്ചാര അടിക്കാൻ പോലും പറ്റാത്ത സാഹചര്യമുള്ളവരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒറ്റപ്പെട്ടൊക്കെ ഒരു വീട്ടിൽ കഴിയുന്ന സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. യഥാർത്ഥത്തിൽ ഇപ്പം മറ്റൊന്നും ചെയ്തില്ലെങ്കിലും ഇഷ്ടപ്പെട്ടവർ തമ്മിൽ സംസാരിക്കുമ്പോൾ, ജസ്റ്റ് ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു പ്രത്യേക ആനന്ദം ഉണ്ടല്ലോ. അത് എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്, സ്ത്രീക്കും പുരുഷനും ഒക്കെ തോന്നും. അപ്പോൾ അങ്ങനെ 2-3 പേരുമായിട്ട് പുള്ളിക്കാരി ചാറ്റാറുണ്ട്. എന്നാലും ഇതിനകത്ത് ഒരാളുമായിട്ട് പുള്ളിക്കാരിക്ക് ഒരു ഇച്ചിരി അടുപ്പം കൂടുതലായിട്ടുണ്ട്. അപ്പം വെറുതെ ഒരു ഇഷ്ടമല്ല, ശരിക്കും ബന്ധപ്പെടാനുള്ള ഇഷ്ടം. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കല്യാണം വന്നു, ഒരകന്ന ബന്ധുവിൻ്റെ. അപ്പോൾ ഈ അമ്മായിയമ്മയ്ക്കും അമ്മായിയപ്പനും പോകണം കല്യാണത്തിന്. അപ്പോൾ ഇച്ചിരി ദൂരെയാണ് കല്യാണം, സ്ഥലം ഇച്ചിരി ദൂരെയാണ്. അപ്പോൾ അന്ന് പോയാൽ പിറ്റേന്നേ വരാൻ പറ്റും. അങ്ങനെ അവർ രണ്ടും രാവിലെ കല്യാണത്തിന് പോയി. പുള്ളിക്കാരി മാത്രമേ ഉള്ളൂ ഇപ്പോൾ വീട്ടിൽ. അപ്പോൾ ഇവർ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്നത് നൈറ്റിയാണ്, ചിലപ്പോൾ മിഡിയും ടോപ്പ് യൂസ് ചെയ്യും. പക്ഷെ അന്ന് മിഡിയും ടോപ്പും എടുത്തിട്ടു രാവിലെ തന്നെ. അങ്ങനെ രാവിലെ വീട്ടിലെ ജോലിയൊക്കെ ചെയ്ത് തീർത്ത് ഇങ്ങനെ അലസമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ യുവതിയെ സംബന്ധിച്ച് ഇവർക്ക് ഒറ്റയ്ക്ക് നിൽക്കുന്ന സാഹചര്യം വരുന്നത് വളരെ റെയറായിട്ടാണ് വീട്ടിൽ. അങ്ങനെ മൊബൈലും എടുത്ത് ബെഡ്റൂമിൽ പോയി വെറുതെ ഇങ്ങനെ കിടന്നു.
എന്നിട്ട് നമ്മുടെ ആ ഇഷ്ടപ്പെട്ട കൂട്ടുകാരനുണ്ടല്ലോ, ആ കാമുകൻ, പുള്ളിക്കാരനെ വിളിച്ചു. പുള്ളിക്കാരനെ ആദ്യം ഫോൺ വിളിച്ചിട്ട് ഇങ്ങനെ ചോദിച്ചു, നീ എവിടെയാണ്? അപ്പോൾ അവൻ പറഞ്ഞു, ഇന്ന പോലെ ഒരു സ്ഥലത്ത് നിൽക്കുകയാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതുപോലെ കാര്യം പറഞ്ഞു, ഇവിടെ അച്ഛനും അമ്മയും ഇല്ല, നാളെ വരത്തുള്ളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുള്ളിക്കാരി പറഞ്ഞു. അങ്ങനെ ഉടനെ അവൻ്റെ മനസ്സിൽ ലഡു പൊട്ടി. അപ്പോൾ ആരുമില്ല വീട്ടിലെന്ന് അറിഞ്ഞപ്പോൾ ഇവൻ്റെ മനസ്സിൽ പെട്ടെന്ന് റൊമാൻസ് വന്നു, എങ്ങനെയെങ്കിലും പുള്ളിക്കാരി ഒന്ന് കാണണം. അപ്പോൾ ഈ യുവതിയുടെ ഉള്ളിലും ഇങ്ങനൊരു സാഹചര്യം വന്നപ്പം ആരെങ്കിലുമായിട്ടൊന്ന് ബന്ധപ്പെടണമെന്നുള്ളൊരു ആഗ്രഹം ശക്തമായിട്ട് വന്നു. അപ്പോൾ ഒരു ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നുള്ള രീതി വരാൻ പറഞ്ഞു. ഇപ്പം മാർക്കറ്റിങ്ങിനായിട്ട് വീടുകളിൽ വരുമല്ലോ പലരും, ആ രീതിയിൽ. അങ്ങനെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കാമുകൻ സ്ഥലത്തെത്തി. അപ്പോൾ ഒരു ബാഗും ഒക്കെ ആയിട്ടാണ് വന്നതെങ്കിലും ബാഗിനകത്ത് പ്രോഡക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇവൻ ഈ വരുന്ന കണ്ടുകൊണ്ട് അയലത്തുള്ള ഇവരുടെ ഒരു അകന്ന ബന്ധുവാണ്, അയലത്തുള്ള ഒരു ആൻറ്റി. ഇവൻ വരുന്ന കണ്ടുകൊണ്ട് ഇവരുടെ വീട്ടിലോട്ട് വെറുതെ ഒരു വിസിറ്റിങ്ങിനാണെന്ന് പറഞ്ഞ് കയറി വന്നു. അപ്പം ഞാനീ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ എന്നുവെച്ചാൽ പണ്ട് കാലങ്ങളിൽ, എനിക്കൊന്ന് ഇപ്പോഴും ചിലയിടത്തൊക്കെ ഉണ്ട്, ഒരു വീട്ടിലോട്ട് ഒരാൾ വന്നാൽ ഉടനെ അടുത്ത വീട്ടിൽ നിന്ന് അതാരാണെന്നൊക്കെ ചോദിച്ച് വരുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ ആൻറ്റി വന്നപ്പോൾ ആകെ ഒരു ചെറിയ കൺഫ്യൂഷൻ, ഇതാരാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തണം. ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം ബാഗിനകത്ത് സാധനമൊന്നുമില്ല. അങ്ങനെ ഇൻഷുറൻസ് ഏജൻറ്റാന്ന് പറഞ്ഞ് തൽക്കാലം തടി തപ്പി. അപ്പോൾ ഇവരിങ്ങനെ റൂമിനകത്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ടും ആൻറ്റി അവിടെ നിന്ന് ഇങ്ങനെ പോകുന്നില്ല, അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഇവരിങ്ങനെ നിൽക്കുന്നിടത്തോളം അവരുടെ ഒരു പരിപാടി നടക്കത്തില്ലെന്ന് മനസ്സിലായി. അങ്ങനെ അവിടെ മനസ്സിലൊരു ഐഡിയ വന്നു, ഇപ്പം പോയിട്ട് രാത്രി വന്നാൽ മതിയെന്ന് പറഞ്ഞു. കാരണം കല്യാണത്തിന് പോയി പിറ്റേന്നല്ല വരത്തുള്ളൂ. അപ്പോൾ ഇവൻ പോയി കഴിഞ്ഞപ്പോൾ പതുക്കെ നമ്മുടെ അയലത്ത് ആൻറ്റി അങ്ങ് പോയി. അപ്പോൾ ഇവിടെ മനസ്സിലിങ്ങനെ എങ്ങനെയെങ്കിലും അങ്ങ് രാത്രിയായാൽ മതിയെന്നാണ്. കാരണം ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവരുടെ മൈൻഡ് അങ്ങനെയാണ്. ഇഷ്ടപ്പെട്ടവരുമായിട്ട് ബന്ധപ്പെടാനുള്ള ഒരു അവസരം വരുമ്പോൾ അവരുടെ മനസ്സ് അതിനുവേണ്ടി അവർ പ്രിപ്പയർ ചെയ്യും. അങ്ങനെ രാത്രിയായപ്പം ഇവൻ ബൈക്ക് വേറൊരു സ്ഥലത്ത് വെച്ച് പൂട്ടിയിട്ട് നടന്നു വന്നു. കുറച്ച് നേരത്തേക്ക് വെളിയിലത്തെ ലൈറ്റെല്ലാം അവളങ്ങ് ഓഫ് ചെയ്തിട്ട് കതക് തുറന്നിട്ടിരുന്നു. അപ്പം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്കിത് ഫാൻറ്റസി കാണാൻ കഴിയുന്നുണ്ടോ? എങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ഫീൽ ചെയ്യത്തുള്ളൂ. ആ ഒരു സാഹചര്യം, അപ്പോഴത്തെ ആ ഒരു ഇരുട്ടും ആ ഒരു നിശബ്ദതയും. ഇപ്പോൾ ഒരു വലിയ കാട്, ആ കാട്ടിലോട്ട് ഒരു വേട്ടക്കാരൻ വെടിവെക്കാൻ പോകുമ്പോൾ അയാൾ അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് തന്നെയാണ് ഇപ്പോൾ ഈ യുവാവിനിവിടെ ഫീൽ ചെയ്യുന്നത്. നേരത്തെ അവരൊട്ടും വിചാരിച്ചില്ല ഉടനെ ആ ആൻറ്റി കയറി വരുമെന്ന്. പിന്നെ ചിലർക്ക് വേറൊരു കാര്യമുണ്ട് കേട്ടോ, ഈ രീതിയിലൊക്കെ ഇച്ചിരി റിസ്ക്കൊക്കെ എടുത്ത് ചെയ്യുന്നതിനകത്തൊരു പ്രത്യേക ത്രില്ലുള്ളവരുണ്ട്. ഈ പൂച്ചയൊക്കെ ഇങ്ങനെ പാല് കട്ട് കുടിക്കുമ്പം ഒരു രസമുണ്ടല്ലോ അത്. അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവരെ സംബന്ധിച്ച് വല്ലാത്തൊരു ടെൻഷനുണ്ടല്ലോ ഈ സമയത്ത്. ഈ ഫോണിൽ കൂടെയൊക്കെ ഇവർ ഒരുപാട് നേരം സംസാരിച്ചുകൊണ്ടിരിക്കും, മണിക്കൂറുകളോളം. പക്ഷെ നേരിട്ട് കണ്ടപ്പോൾ ഒന്നും മിണ്ടാനില്ല. നന്നായിട്ട് ദാഹിച്ചിരിക്കുമ്പം കണ്ണു അടച്ചിങ്ങനെ വെള്ളം കുടിക്കില്ലേ, അതായിരുന്നു അവളുടെ അവസ്ഥ. അപ്പം വാഹനത്തിൻ്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് ഗിയർ ഇങ്ങനെ മാറ്റി കൊടുക്കണമല്ലോ, അവൻ അതിൻ്റെ ശ്രദ്ധയിലായിരുന്നു. അപ്പോൾ കുറേ നാളത്തെ അവൻ്റെ ഒരു ഫാൻറ്റസി ഉണ്ടല്ലോ ഇവരെക്കുറിച്ചുള്ളത്, അതാണ് ഇവിടെ ഇങ്ങനെ യാഥാർത്ഥ്യമാക്കാൻ നോക്കുന്നത്. അപ്പോൾ ഈ ബന്ധപ്പെടുന്ന സമയത്ത് പുരുഷൻ നോക്കുന്നത് സ്ത്രീയെ മാക്സിമം സുഖിപ്പിക്കാനാണ്. എങ്ങനെ ഒരു സ്ത്രീയെ മാക്സിമം സുഖിപ്പിച്ചിട്ട് അവന് അവരുടെ മുമ്പിൽ അവരുടെ മനസ്സിലൊരു സ്ഥാനം നേടാം, അതാണ് പുരുഷൻ്റെ ചിന്ത. പക്ഷേ സ്ത്രീ എങ്ങനെ അനുഭവിക്കാനാണ് നോക്കുന്നത്, സ്ത്രീ എങ്ങനെ അവിടെ എൻജോയ് ചെയ്യാനാണ് സ്ത്രീയുടെ ശ്രദ്ധ. രണ്ടും രണ്ട് എനർജിയാണ്, ഒന്ന് കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നു, മറ്റൊന്ന് കൂടുതലായി അനുഭവിക്കുന്നു. അതുകൊണ്ടാണ് സ്ത്രീകളെ സംബന്ധിച്ച് ബന്ധപ്പെടൽ എന്ന് പറയുന്നത് ഒരു റിലാക്സേഷൻ ആകുന്നത്. എപ്പോഴും സ്ത്രീ അറിയാതെ പുരുഷനെ ഇങ്ങനെ ആകർഷിച്ചുകൊണ്ടിരിക്കും. അപ്പം വികാരം എന്ന് പറയുന്നത് അതാണ്, അതിങ്ങനെ അമക്കി നമ്മളിങ്ങനെ വെക്കുമ്പോൾ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിങ്ങനെ പൊട്ടും. അപ്പോൾ ഈ ഒരു വീർപ്പുമുട്ടൽ തന്നെയാണ് ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകാനുള്ള പ്രധാന കാരണം. ലൈംഗികതയിൽ ഏത് രീതി നമ്മൾ തിരഞ്ഞെടുത്താലും അത് മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയാണ് നല്ലത്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട ഒരു കാര്യം, ബന്ധങ്ങളെ സംബന്ധിച്ച് അത് സാമൂഹ്യമാണ്, പക്ഷേ ശരീരത്തെ സംബന്ധിച്ച് അതിൻ്റേതായിട്ടുള്ള ഒരു കെമിസ്ട്രി ഉണ്ട്. അത് പല കാര്യങ്ങളും പല സമയത്ത് ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കും. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം. ബൈ.